മലമ്പുഴ ഡാമിലെ ശുചീകരണ തൊഴിലാളികളുടെ കൂട്ട പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ തൊഴിലാളികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉദ്യാനത്തിന്റെ കവാടത്തിൽ പ്രതിഷേധിക്കുകയാണ്. വിനോദസഞ്ചാരികളെയും തടയുന്നുണ്ട്. 60 വയസ്സ് പിന്നിട്ട വനിതാ തൊഴിലാളികളെ അടക്കം പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ പ്രതിഷേധ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ അറക്കൽ, സന്ദർശകരെയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണോ പോകുന്നത്? പോലീസ് നടപടി എങ്ങനെ? സുജയ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പാലക്കാട് ഉദ്യാനത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന കവാടത്തിന് മുന്നിൽ ഇപ്പോൾ എനിക്കൊപ്പമുള്ള ഈ ഡാമിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾ ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഇവരെ കഴിഞ്ഞ ദിവസമാണ് ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നത്. ഏകദേശം 96 തൊഴിലാളികളെയായിരുന്നു കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ തൊഴിലാളികൾ മുഴുവൻ ഇവിടെ പ്രതിഷേധിച്ചിരുന്നത്. ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മ ഇവിടുന്ന് പോവില്ല എന്നുകൊണ്ട് തന്നെയായിരുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴാരും മരിക്കണ്ടേ? ഇതൊക്കെ വലിയ അക്രമങ്ങൾ. അവകാശപ്പെട്ട ജോലിയാണ് ഇപ്പൊ നിഷേധിക്കുന്നത്. ഞങ്ങളുടെ അവകാശം നേരത്തെ പണിയെടുക്കും. ഉള്ള ആരോഗ്യമൊക്കെ എത്തിപ്പോയില്ലേ? ഇനി എവിടെ പണിക്ക് പോകും? ഞങ്ങൾക്ക് കഞ്ഞിക്ക് വല്ലതും വേണ്ടേ? അത് തരണം. അവര് നിർബന്ധമായിട്ട് പിരിച്ചുവിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംഖ്യ തന്നിട്ടേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. നഷ്ടപരിഹാരത്തിന്റെ കാര്യമൊന്നും പണ്ടില്ല. നഷ്ടകാര്യം അത് വേണം, പണി വേണം. പുറത്താക്കുക എന്നുള്ള കാര്യം എങ്ങനെ നിങ്ങൾ അറിയുന്നത്? ചുമരിലൊട്ടിച്ച ചുമരില് ഈ വേസിൽ ഞങ്ങളുടെ പണി വരുന്നതാണ്. ഞങ്ങളുടെ പണി മാറ്റി ചെറുപ്പക്കാരി ഇട്ടു. ചുമരിലൊട്ടിച്ച് വെച്ചുകൊണ്ട് വായിച്ചിട്ട് പെക്കോളിയും പറഞ്ഞ അതൊരു ന്യായമാണ്. മലമ്പുഴ ഡാമിനെ ശുചീകരിച്ച് അല്ലെങ്കിൽ മലമ്പുഴ ഉദ്യാനത്തിന് ശുചീകരിച്ച് ഇവിടെ ചന്തം വലിയ രീതിയിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായ ശുചീകരണ തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 96 തൊഴിലാളികളെ പിരിച്ചുവിട്ടത്. ഇതിനെതിരെ പിന്നീട് കോൺഗ്രസിനും അതുപോലെ തന്നെ INTUC എല്ലാം നേതൃത്വത്തിൽ ഈ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അമ്മ ഇപ്പൊ എവിടേക്കാ പോകണം? നിങ്ങൾ കൂട്ടിയിട്ട് പോകണം. ആരാ പോകുന്നത്? ഒക്കെ കൊണ്ടുപോകണം. പോലീസ് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. എല്ലാവരും എന്തിനു പോകണം? കട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ജോലിന്റെ ഭാഗമല്ലേ? അപ്പൊ ഞങ്ങളുടെ തൊഴിലല്ലേ കേൾക്കണ്? പറ, ഈ തൊഴിൽ കേൾക്കുമ്പോ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് അതിനാണ് ഇയാളെ ജയിപ്പിച്ചത്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് MLA ജയിപ്പിച്ചത്. ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര അട്ടകാശമല്ലേ? MLA പറഞ്ഞിട്ടാണ് നിങ്ങൾ പിരിച്ചുവിട്ടാണ് നിങ്ങൾ MLA പറഞ്ഞിട്ട് തന്നെ പിരിച്ചുവിട്ടത്. ഇഷ്ടം മാറ്റി വെച്ചു, എന്നിട്ട് വേറെ അള്ളി ഇട്ടു. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? കളക്ടർ ഇടപെടണമെന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം. കളക്ടർ ഇടപെട്ട് ഞങ്ങൾ പോകുള്ളൂ. പറഞ്ഞാൽ നിൽക്കാൻ പോയില്ല. എന്തായാലും ഇവിടെ പ്രതിഷേധക്കാരായ ഈ ശുചീകരണ തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇവരാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ മലമ്പുഴ ഉദ്യാനത്തെ ശുചീകരിച്ചിരുന്നത്. ഇവരാണ് ഇപ്പോൾ തങ്ങളുടെ ജോലിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ അല്പസമയം മുമ്പ് പ്രതിഷേധിച്ചത്. ഡാമിലേക്ക് അല്ലെങ്കിൽ ഉദ്യാനത്തിലേക്ക് ഒരു സന്ദർശകരും കയറ്റി വിടാതെ പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെ മുഴുവൻ ഇവിടെ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചതോ? ഞങ്ങൾ ബാല്യക്കാരിരുന്ന് പേപ്പർ നോക്കി അവിടെ ഇരിക്കുക. വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, കൂരിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, MLA നിങ്ങളെ പിരിക്കണം പറഞ്ഞു. അയാളുടെ ഇവിടെ പരീക്ഷ എഴുതി വന്ന ആളാണ് അയാള്. ഞങ്ങളെ പോലുള്ളവർക്ക് എത്ര ജോലി കിട്ടുമായിരുന്നു ഒരു മാസത്തിന് നിങ്ങൾക്ക്? 2 മാസം 13 പണി. അതാണ് അയാൾക്ക് ഞങ്ങളെ പിരിച്ചുവിടണം. എന്നിട്ട് അയാൾക്ക് വേറെ ആൾക്കാരുടെ ചേർത്തണം. 2.5 മാസം കഴിയുമ്പോൾ 13 പറ്റുമോ? അത് മതിയോ? പൈസാവില്ല ഞങ്ങൾക്ക്. എത്ര രൂപയായിരുന്നു നിങ്ങൾക്ക് ഒരു ജോലിക്ക് കിട്ടുന്നത്? 600 രൂപ, 630 ഒരു ദിവസം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ പോണ്. പിന്നെ അതെങ്കിൽ പണിക്ക് പോകും, കിട്ടിയ പണിക്ക് പോകും. എല്ലായിടത്തും കൊണ്ട് കഴിയോ? പെട്ടെന്ന് പിരിച്ചു. ഞങ്ങളെ അറിയുകയോ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ പെട്ടെന്ന് കടലാസ് എഴുതി നിങ്ങൾ പൈക്കോളിന്ന് പണിക്ക് പോകും. അപ്പൊ ഞങ്ങൾ വെറുതെ പോകാൻ പറ്റുമോ? എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നത്? 10-30 കൊല്ലമായി. അപ്പൊ ഉള്ള പണിയൊക്കെ ഇതിൽ ചെയ്തില്ലേ? ഇപ്പൊ വെളിയിലാക്കി ഞങ്ങക്ക് വല്ലതും വേണ്ടേ? ഇവരെന്തങ്ങനെ ചെറുപ്പക്കാരനെ പണിയെടുപ്പിക്കാണ്ട് ഞങ്ങളുടെ വയസ്സായവരിനെ പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ വയസ്സായവരിനെ പോണം പറയാം. എന്നാലും വയസ്സായവരെ പറയും. അവര് പോണ മതി. അവര് കൂടിയിട്ടില്ലെന്ന് ഇപ്പൊ ഞങ്ങളുടെ കൂടെ. അതായത് ഇവിടെ 60 വയസ്സ് പിന്നിട്ട 96 താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ മാസം 24-ാണ് DTPCയുടെ ഉത്തരവ് വന്നത്. പക്ഷേ ഈ ഉത്തരവ് ഇവർക്ക് രേഖാമൂലം നൽകിയിരുന്നില്ല, പകരം നോട്ടീസ് ബോർഡിൽ ഇടുകയായിരുന്നു. പിന്നീട് പല ആളുകൾ പറഞ്ഞാണ് ഇവർ ഈ പിരിച്ചുവിടുന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഏതായാലും ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെയും അതുപോലെ തന്നെ INTUCയുടെ എല്ലാം നേതൃത്വത്തിൽ ഈ അമ്മമാർ ഇവിടെ പ്രതിഷേധിച്ചത്. ഇവരായിരുന്നു ഈ മലമ്പുഴ ഉദ്യാനം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ശുചീകരിച്ച് വെച്ചിരുന്നത്. ആ തൊഴിലാളികളെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു
ഒരു ഉത്തരവ് വരുന്നത്. ഏതായാലും ആ അമ്മമാർ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണല്ലേ അമ്മ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര കാലമായി ജോലി? 35 കൊല്ലം പോയി. പിരിച്ചുവിടെ ചെയ്തല്ലേ? ആ പട്ടണം പിരിച്ചുവിട്ട് ഞാൻ പോകാൻ തയ്യാറാണ്. ഏതായാലും ഒരു അംഗമില്ലാത്ത സ്ത്രീയാണ് ഞാൻ. പോകാം. ജോലി തിരിച്ചു വേണം തന്നെയാണ്. തിരിച്ചു വേണ്ട. എനിക്ക് മാമൂലം എനിക്ക് എത്രയാണ് എനിക്ക് തന്നാൽ മതി. ഞാൻ പിരിച്ചു പോകാൻ തയ്യാറാണ്. നഷ്ടപരിഹാരത്തിന്റെ കാര്യങ്ങളൊന്നും അവർ അറിയിച്ചിട്ടില്ല. ഇല്ല അറിയിച്ചിട്ടില്ല. 50 ഉറുപ്പ്യ തരാം 70 ഉറുപ്പ്യ തരാന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് 35 കൊല്ലം പണിയെടുത്തതിന്റെ എന്താണ് ഇത് സർക്കാർ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞാൻ 70% അംഗമില്ലാത്ത സ്ത്രീയാണ് ഞാൻ. പോലീസുകാരും ഇവരൊക്കെ എന്താ പറയണത് നിങ്ങളോട്? ഇപ്പൊ നിങ്ങൾ സമരം പിൻവലിക്കാൻ പറയും. ഞങ്ങൾ പിൻവലിക്കില്ല. എല്ലാവർക്കും നിങ്ങളുടെ പേർക്ക് കേസ് കൊടുക്കുന്നു. എന്നാൽ കേസ് കൊടുത്ത് ഞങ്ങൾ ജയിലിൽ പോയി ചാകാൻ പറഞ്ഞു. ഞങ്ങളോട് ചത്തോട് 60 വയസ്സായില്ലേ? അവര് വേണ്ട പറയാം. ഞങ്ങൾ അവിടെ ജയിലിൽ പോയി ചത്തോളാം പറയാം. സാറേ 12 വയസ്സിൽ കയറി അതിന് പിച്ചുപിടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങാം. ഇപ്പൊ എന്താ തിളക്കണേ? ഞങ്ങൾ ഇറങ്ങണ്ട പറയുന്നു. അത് ചെയ്യാം. അവരോട് 60 വയസ്സായവരെ പിരിച്ചുവിടുകയാണ് എല്ലാവരും. 60 വയസ്സായാലും പിരിച്ചുവിടുക. ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. 50 വയസ്സ് 54 വയസ്സുള്ളവരുണ്ട് ഇതിൽ. അവരുടെ ആനുകൂല്യത്തോടെ കൊല്ലം നിന്നല്ല അതിന് അവർക്ക് കൊടുക്കണം എന്നുള്ള ഇവർക്ക് പറഞ്ഞുകൂടാ. ഇവരെന്താ പറയാത്ത ജയിലിൽ കൊണ്ടുവിടുന്നൊക്കെ ഇതൊക്കെ തന്നെ അതേ കൊമ്മരികൾ പണിയെടുക്കണല്ലേ. 11 വയസ്സായി വന്നവരുണ്ട്, 12 വയസ്സിൽ വന്നവരുണ്ട്. അവരുടെയും പിരിച്ചു വിളിച്ചേ ഞങ്ങളും പോകാലോ. അവരും വരച്ചേ. എന്താ അവർക്ക് മാത്രം 16 വയസ്സായ ആൾക്കാരുടെ ജോലിക്ക് എടുക്കുവോ? 12 വയസ്സായ ആൾക്കാരുടെ ജോലിക്ക് എടുക്കുവോ? അവര് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നുപ്പോ ഇന്ന് ഞങ്ങൾ പണിയാണ്. 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് പഠിക്കുന്നവർ ഇവിടെ പണിക്ക് വന്നിട്ടുണ്ട്. അവരുടെ പിരിച്ചുവിടല്ലേ? കഴിച്ചിക്കൂടാ. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സംരക്ഷിക്കപ്പെടണം, നിങ്ങൾക്ക് ജോലി തിരിച്ചു വേണം. ഞങ്ങൾക്ക് പിരിച്ചുവിടുകയാണെങ്കിൽ നഷ്ടപരിഹാരം വേണം. ഒരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നിട്ടേ ഇല്ല. ഞങ്ങൾക്ക് തന്നിട്ടേ ഇല്ല. ഒന്നും തന്നിട്ടില്ല. ശമ്പളത്തിൽ തന്നെ ഇവര് പൈസ പിടിച്ചിട്ടുണ്ട്. ആ അരിയേറെ പൈസയും എത്ര രൂപ പിടിച്ചു? എത്ര പിടിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് അത് കുറഞ്ഞ തുച്ഛം വെച്ചുള്ള അരിയൻ സൈഡ് തരാൻ പറഞ്ഞത് കൂലി ഞങ്ങൾക്ക് പിടിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ 30 വർഷമായി ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറച്ചിലല്ല. ഭീഷണിപ്പെടുത്തിയിട്ട് ഇക്ബാൽ അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകൂ. എന്തായാലും അവിടെ ഇപ്പോൾ കൂട്ടപ്പിരിച്ചുവിടലിനെതിരായ പ്രതിഷേധം വയോധികരോടുള്ള ഒരു ക്രൂരതയായി മാറുകയാണ്. അവരുടെയൊക്കെ വേദനയോടുകൂടിയുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകണം. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായേ തീരൂ. അധികൃതരെയും നമുക്ക് ബന്ധപ്പെടാം.